നമസ്കാരം. ഡിസംബർ ജനുവരി മാസമാകുന്നതോടുകൂടി കേരളത്തിലെ ഒട്ടുമിക്ക ആരാധനാലയങ്ങളിലും ഉത്സവങ്ങളും തിരുനാളും ആരംഭിക്കുകയായി. ഇക്കഴിഞ്ഞ ജനുവരി മാസം ചന്തക്കപ്പേള എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള കൊന്മാവിലെ ഈ കപ്പേളയിൽ വിശുദ്ധ അന്തോണീസിന്റെ 59ാം തിരുനാൾ ഭക്തിപൂർവ്വം കൊണ്ടാടുകയുണ്ടായി. ഇവിടുത്തെ ആളുകളുടെ ഒരു ഗ്രാമോത്സവം കൂടിയാണ് ഈ തിരുനാൾ. മതമൈത്രിയാണ് ഈ തിരുനാളിന്റെ സവിശേഷത. മനുഷ്യരും മതങ്ങളും ഒന്നാകുന്ന ഒരു തിരുനാൾ കൂടിയാണിത്. ഒട്ടേറെ പ്രത്യേകത നിറഞ്ഞ ഈ തിരുനാൾ ഭക്തിയോടും കൂടി സ്നേഹത്തോടും കൂടി നമുക്ക് പങ്കുവെടുക്കാം. ചന്തക്കപ്പേള എന്നറിയപ്പെടുന്ന കേരളത്തിലെ ചുരുക്കം കപ്പേളകളിലൊന്നാണ് കൂനമ്മാവ് വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള ഈ കപ്പേള. ഇവിടെ എല്ലാ വർഷവും വിവിധ സമുദായത്തിൽപ്പെട്ടവർ ചേർന്നാണ് 3 ദിവസത്തെ തിരുനാൾ കൊണ്ടാടുന്നത്. ഈ വർഷം ജനുവരി മാസം 12-ാം തീയതി വെള്ളിയാഴ്ച കൊടികയറി 14-ാം തീയതി ഞായറാഴ്ച തിരുനാൾ സമാപിച്ചു. തിരുനാളിന്റെ മുന്നോടിയായി വിശുദ്ധന്റെ നൊവേനയും മറ്റും നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. 59 വർഷത്തെ തിരുനാൾ പാരമ്പര്യമുള്ള കൂനമ്മാവ് ചന്തക്കപ്പേളയിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന്റെ ഏറ്റവും പ്രത്യേകത മതമൈത്രിയാണ്. മാതൃകാപരമായ തിരുനാൾ എന്നുകൂടി ഈ തിരുനാളിനെ വിശേഷിപ്പിക്കാം. മതത്തിന്റെ പേരിൽ മനുഷ്യബന്ധം അന്യമായി പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ തിരുനാളെന്നും പെരുന്നാളെന്നും ഉത്സവമെന്നും വിശേഷിപ്പിക്കാം.